മുസ്ലിം ജനസാമാന്യത്തിന് പട്ടി ഹറാമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് ആരാണ് തന്നോട് വന്ന് പറഞ്ഞത്? പട്ടി വന്ന് പറഞ്ഞോ ഇസ്ലാമിനകത്ത് പട്ടി ഹറാമാണെന്ന്? എടാ പോട്ടാ, പട്ടി ഹറാമാണെന്നല്ല ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്, പട്ടി നജസ്സാണ് എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. ഇതുപോലും അറിയാതാണോടാ ചന്ദനക്കുറി ഇട്ടുകൊണ്ട് വന്നിട്ട് രാവിലെ തന്നെ ഈ വർഗീയത പറയാൻ എഴുന്നള്ളുന്നത്? ഇതൊന്നല്ല രസം. ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആങ്കർ പെൺകുട്ടി ഉണ്ടല്ലോ, ഇവന്റെ ഈ പൊട്ടത്തരം കേട്ടിട്ട് തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ കോമഡി. ആട്ടെ, ഇനി അടുത്ത പൊട്ടത്തരം കൂടെ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. ഈ ബുദ്ധന് എതിരെ ബുദ്ധന്റെ പ്രതിമകളെ തകർത്താരാ? നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ 52 അടി ഉയരം ഉണ്ടായിരുന്ന ബുദ്ധപ്രതിമകളെ മിസൈലുകളും ഷെല്ലുകളും വെച്ച് തകർത്ത താലിബാനുകളുണ്ട്. ഒറ്റയടിക്ക് താലിബാന്റെ വരെ പ്രീതി പിടിച്ചു പറ്റുകയാണ്. ഹലോ, താലിബാനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇന്ത്യയിലേക്കൊന്ന് വരണം. ഇന്ത്യയില് ബുദ്ധ പഗോഡകൾ നശിപ്പിച്ചത് ആരാണെന്നും കൂടി പറയണം. അല്ലേ, ഇന്ത്യയിൽ ബുദ്ധ പഗോഡകൾ നശിപ്പിച്ചത് ആരാണെന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് താലിബാനിലേക്ക് പോകാം. തൽക്കാലം താലിബാൻ ഗവൺമെന്റ് അവിടുത്തെ കാര്യം നോക്കും. അണ്ണൻ ഇവിടുത്തെ ഇന്ത്യയിലെ കാര്യം പറ. ആരാണ് പഗോഡകൾ നശിപ്പിച്ചത്? പറണ്ണ. രാവിലെ ഒരു ചന്ദനക്കുറി ഇട്ട് ഇറങ്ങിയിരിക്കുക. ആ പട്ടിക്ക് ബുദ്ധന്റെ പേരിടുന്നതിലൂടെ ഒറ്റ വെടിക്ക് 2 പക്ഷിയാണ് നേടിയത്. ഞാനൊരു പട്ടിയെ വാങ്ങും, ആ പട്ടിക്ക് ഒരു പേരിടും, വിഷം വാരി എഴുതുന്ന പട്ടി.